ഹലോ എവരിവൺ, വെൽക്കം ടു ലേൺ ഇംഗ്ലീഷ് വിത്ത് ലിജിത. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സബ്ജക്റ്റ് എന്നതിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു ക്ലാസ് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണണം. ഓക്കെ ആണല്ലോ? ശരി. അപ്പോൾ ഇന്ന് നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്? എന്താണ് സബ്ജക്റ്റ്, എന്താണ് പ്രെഡിക്കേറ്റ് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിയാലോ? റെഡി അല്ലേ? ഓക്കെ. എവരി സെന്റൻസ് ഹാസ് ടു പാർട്സ്. ഏതൊരു സെന്റൻസിനും എന്താണ് രണ്ട് ഭാഗങ്ങളുണ്ട്. ഓക്കെ, ദ ഫസ്റ്റ് പാർട്ട് ഈസ് ദ സബ്ജക്ട് ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് ദ പ്രെഡിക്കേറ്റ്. അതിലെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? സബ്ജക്റ്റ് ആണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? പ്രെഡിക്കേറ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്താണ് സബ്ജക്റ്റ് എന്ന് നോക്കിയാലോ? റെഡി അല്ലേ? ഓക്കെ, ദ സബ്ജക്ട് ടെൽസ് us who or what the sentence is about. It usually comes before the verb. അതായത് നാം ആരെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനെ കുറിച്ച് പറയുന്നു, അതാണ് ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു സബ്ജക്റ്റ് എല്ലായ്പ്പോഴും എവിടെയായിരിക്കും ഉണ്ടാവുക? കംസ് ബിഫോർ ദി വേർബ് അല്ലെ? വേർബിന് മുമ്പിലായിട്ടായിരിക്കും ഒരു സബ്ജക്റ്റ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിയാലോ? മൈ മദർ കുക്സ് ഡിലീഷ്യസ് ഫുഡ്. ഡിലീഷ്യസ് മീൻസ് വെരി ടേസ്റ്റി. ഓക്കെ, അപ്പൊ ഈ ഒരു സെന്റൻസിനോട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കിയാലോ? ചോദിക്കാം അല്ലേ? ഹൂ കുക്സ് ഡിലീഷ്യസ് ഫുഡ്? ആരാണ് നല്ല രുചികരമായ അല്ലെങ്കിൽ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്നത്? ആരാണ്? മൈ മദർ. സോ ഹിയർ മൈ മദർ ഇസ് ദ സബ്ജക്ട് ബിക്കോസ് ദ സെന്റൻസ് ഈസ് ടോക്കിംഗ് അബൌട്ട് മൈ മദർ അല്ലേ? കാരണം എന്താണ്? ഈ ഒരു സെന്റൻസിനോട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കിയപ്പോൾ എന്താണ് അതിന് ഉത്തരമായിട്ട് കിട്ടിയത്? ആരാണ് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കിയെന്ന് നമ്മൾ ചോദിച്ചു അല്ലേ? അപ്പൊ അതിന് ആൻസർ ആയിട്ട് വന്നത് ഏതാണ്? മൈ മദർ എന്നതാണ്. അപ്പൊ ഈ ഒരു സെന്റൻസ് മുഴുവനായിട്ടും ആരെ കുറിച്ചാണ് പറയുന്നത്? മദറിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ മദർ എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് സബ്ജക്റ്റ് എന്ന് മനസ്സിലായല്ലോ? സബ്ജക്റ്റ് എപ്പോഴും വേർബിന് മുമ്പിലായിട്ടായിരിക്കും വരുന്നത്. പിന്നെന്താണ്? ആരെ അല്ലെങ്കിൽ ഹൂ അല്ലെങ്കിൽ വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കിട്ടുന്നതായിരിക്കും എന്ത്? നമുക്ക് സബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലേ? അതായത് ഹൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഏതെങ്കിലും നെയിംസ് ആയിരിക്കും അല്ലെ? ആരുടെയെങ്കിലും പേരായിരിക്കും വരുന്നുണ്ട്. എന്നാൽ വാട്ട് എന്ന് ചോദിക്കുമ്പോൾ എന്തായിരിക്കും? അത് ആനിമൽസിന്റെയോ അല്ലെങ്കിൽ തിങ്സിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റിന്റെയോ പേരായിരിക്കും വരിക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് ഓക്കെ ആണല്ലോ? അപ്പൊ നീ അടുത്ത് നമുക്ക് പ്രെഡിക്കേറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ അല്ലേ? ശരി. എന്താണ് ഒരു പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാല്? The predicate tells us what the subject does or gives information about the subject. It contains the verb and the rest of the sentence. Okay. അതായത് സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ എന്താണോ പറയുന്നത് അതാണ് ഒരു പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ എന്ത് തന്നെ സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞാലും അതാണ് എന്ത് പറയുന്നത്? പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രെഡിക്കേറ്റ് എന്നുള്ള ഭാഗത്ത് എന്തൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കുന്ന പറയുന്നത്? വേർബ് ഉണ്ടായിരിക്കും, പിന്നെന്താണ്? അതിന്റെ ബാക്കിയായിട്ട് വരുന്ന ഒബ്ജക്റ്റ് അല്ലെ? ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ മനസ്സിലായല്ലോ എന്താണ് പ്രെഡിക്കേറ്റ് എന്നുള്ളത്? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പറഞ്ഞിട്ടുള്ള അതേ ഒരു എക്സാമ്പിൾ തന്നെ ഇവിടെയും നമുക്ക് നോക്കാം അല്ലെ? ഏതായിരുന്നു അത്? മൈ മദർ കുക്സ് ഡിലീഷ്യസ് ഫുഡ് എന്നുള്ളത് ആണല്ലോ. ഈ ഒരു സെന്റൻസിനോട് നമുക്ക് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കിയാലോ? ഓക്കെ, എന്താണ് ചോദിക്കേണ്ടത്? വാട്ട് ഡസ് മൈ മദർ ഡു? എൻ്റെ അമ്മ എന്താണ് ചെയ്തത്? ഓക്കെ, അപ്പൊ നമുക്കിവിടെ ആൻസർ ആയിട്ട് കിട്ടിയത് ഏതാണ്? കുക്സ് ഡിലീഷ്യസ് ഫുഡ് അല്ലെ? അതായത് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുന്നു. സോ ഹിയർ കുക്സ് delicious food is the predicate because it tells us what the subject does. അതായത് ഈ ഒരു സെന്റൻസിൽ എന്താണ് സബ്ജക്റ്റ് ചെയ്തത് അതിനെ കുറിച്ചാണ് ഈ ഒരു സെന്റൻസിൽ പറഞ്ഞത്. അതുകൊണ്ട് എന്താണ്? കുക്സ് delicious food is the predicate. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ സബ്ജക്റ്റ് എന്താണ് എന്നുള്ളത് ഓക്കെയാണ്, പ്രെഡിക്കേറ്റ് എന്താണ് എന്നുള്ളതും ഓക്കെ ആണല്ലേ? ഇനി ഈ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് അല്ലെ, അതായത് നമ്മൾ പറഞ്ഞു എന്താണ്? കുക്സ് ഡിലീഷ്യസ് ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രെഡിക്കേറ്റ് ആണ് എന്ന് പറഞ്ഞു. ഈ പ്രെഡിക്കേറ്റ് പാർട്ടിൽ എന്തൊക്കെ വരുന്നുണ്ട്? വേർബ് വരുന്നുണ്ട് അല്ലെ? ഏതാണ് അതിൽ വേർബ് എന്ന് പറയുന്നത്? ഏതാണ്? കുക്സ് എന്നുള്ളതാണ് ആണല്ലോ. ഇനി കുക്സ് എന്ത് ചെയ്തു എന്നാണ്? എന്താണ് കുക്ക് ചെയ്തത്? ഡിലീഷ്യസ് ഫുഡ് എന്നുള്ളതാണല്ലേ. അപ്പൊ ഇവിടെ ഡിലീഷ്യസ് ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? പ്രെഡിക്കേറ്റ് ഭാഗത്ത് എന്തെല്ലാം വരും? വേർബ് വരും, പിന്നെ അതിന്റെ ബാക്കി ഭാഗങ്ങൾ വരും എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ വേർബ് എന്ന് പറയുന്നത് കുക്സ് ആണ്. അതേപോലെ തന്നെ എന്താണ്? ഡിലീഷ്യസ് ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ക്ലിയർ ആണല്ലോ? ശരി. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സെന്റൻസ് തരാം. ഏതാണെന്നായിരിക്കും അല്ലേ? ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ് ഓൺ ദി സോഫ. മനസ്സിലായില്ലേ? ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ് ഓൺ ദി സോഫ എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു സെന്റൻസിൽ ഏതാണ് സബ്ജക്റ്റ്, ഏതാണ് പ്രെഡിക്കേറ്റ് എന്നുള്ളത് കമന്റിൽ
അറിയിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും ഒരു വർക്ക് അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സബ്ജക്റ്റ് എന്താണെന്ന് പഠിച്ചു, പ്രെഡിക്കേറ്റ് എന്താണ് എന്നും പഠിച്ചു അല്ലേ? ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ അത് എന്തെല്ലാം കൂടി ചേർന്നതാണ്? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും കൂടി ചേർന്നതാണ് ഒരു സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, see you in the next video. Thank you for watching.